BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച TVK സർക്കാർ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർത്തും നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് പ്രസ്താവനയുള്ളത്. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിനിടക്കാണ് വിജയുടെ ഈ നയപ്രഖ്യാപനം. കീഴ്വഴക്കം പിന്തുടർന്ന വിജയ് സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സമ്മേളനത്തിന് മുമ്പ് ആദ്യ തമിഴ് തായ് വാഴ്ത്താണ് ആലപിച്ചത്. പിന്നാലെ ദേശീയ ഗാനം ആലപിച്ചു. അതേസമയം വന്ദേ മാതരം ആലപിച്ചില്ല. പുതിയ അംഗങ്ങളെ അഭിനന്ദിച്ചാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത്. TVK ജാതിക്കും മതത്തിനും പണത്തിനും അതീതമായ പാർട്ടിയെന്ന് നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. പെരിയാർ, അണ്ണാദുരൈ, അംബേദ്കർ എന്നിവരുടെ പേരുകൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പരാമർശിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും ഗവർണർ പറഞ്ഞു. DMK-ക്കെതിരെയും ഗവർണർ വിമർശനം ഉന്നയിച്ചു. മുൻ സർക്കാർ ലഹരിയൊഴുക്ക് തടഞ്ഞില്ല. കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണം ലഹരിയൊഴുക്കാണ്. ദ്വിഭാഷാ നയം തുടരുമെന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുകയും ചെയ്തു. ത്രിഭാഷാ നയവുമായി കേന്ദ്രവിഹിതത്തെ ബന്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ലെന്ന രാഷ്ട്രീയ നയം വിജയ് സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ദ്രാവിഡ പാർട്ടികളുടെ നിലപാട് തന്നെയാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.